ക്വസ്റ്റ്യൻ നമ്പർ 24. ഇത് 3D ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് തന്നിരിക്കുന്നു, L1ഉം L2. ഈ രണ്ട് ലൈൻസും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ബി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല A11-1 എന്ന പോയിന്റിൽ നിന്നും L2 എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലറിന്റെ ഫുട്ട് അതാണ് പി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 26 × ആൽഫ × PB². അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആൽഫയുടെ വാല്യൂ വേണം, അതോടൊപ്പം തന്നെ PB എന്ന ഡിസ്റ്റൻസ് വേണം. PB എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ P എന്ന പോയിന്റും B എന്ന പോയിന്റും അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയാകും. 1 ആൽഫയുടെ വാല്യൂ, 2 P എന്ന് പറയുന്ന പോയിന്റ്, 3 B എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ തന്നിരിക്കുന്ന ഓർഡറിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം അവർ പറഞ്ഞിരിക്കുന്നു ഈ L1 എന്ന ലൈനും L2 എന്ന ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് B ആണ്. അപ്പം നമുക്ക് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. L1 എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ എടുത്താൽ ആ L1 എന്ന് പറയുന്ന ലൈനിലെ ഏതൊരു പോയിന്റും ഏത് ഫോമിലായിരിക്കും വരിക? L1ലെ ഏത് പോയിന്റിനെ എനിക്ക് 3λ+1 അല്ലെ, -λ+1 അതുപോലെ തന്നെ -1 എന്ന് എഴുതാമല്ലോ. ഇനി ഇതേപോലെ നിങ്ങൾ L2 എന്ന് പറയുന്ന ലൈൻ എടുത്താൽ L2ലെ ഏത് പോയിന്റിനെയും നമുക്ക് ഏത് രൂപത്തിലാണ് എഴുതി വെക്കാൻ പറ്റുക? 2μ+2 അല്ലെ, 0 അതുപോലെ തന്നെ α μ-4 ഇങ്ങനെയാണല്ലോ എഴുതി വെക്കാൻ പറ്റുക അല്ലെ. യെസ്. പക്ഷെ ഈ രണ്ട് ലൈൻസും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഈ രണ്ടും സെയിം ആയിട്ട് മാറത്തില്ലേ അല്ലെ. അപ്പൊ രണ്ട് ലൈൻസും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് അത് L1ലെയും പോയിന്റ് ആണ്, L2ലെയും പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ പോയിന്റിനെ ഈ രണ്ടിൽ ഏത് രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. അതായത് രണ്ടും സെയിം ആയിട്ട് മാറും അല്ലെ. അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആകുന്ന സമയത്ത് ഈ കോർഡിനേറ്റ്സ് എല്ലാം ഈക്വൽ ആകത്തില്ലേ. അതായത് 3λ+1 = 2μ+2 എന്ന് എനിക്ക് എഴുതാമല്ലോ അല്ലെ. അതുപോലെ തന്നെ -λ+1 = 0 എന്ന് എഴുതാമല്ലോ. അതുപോലെ -1 = α μ-4 എന്ന് എഴുതാം. അപ്പൊ L1ലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഫോം എങ്ങനെ അത് നമുക്ക് എഴുതാൻ അറിയാം. അതുപോലെ L2ലെ ഏത് പോയിന്റിന്റെയും ജനറൽ ഫോം എങ്ങനെ അത് നമ്മൾ എഴുതി. ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്താൽ അതിന് ഈ രണ്ട് ഫോമും ഉണ്ടാകും, ശരിയാണല്ലോ. അപ്പൊ ആ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പോയിന്റുകളും സെയിം തന്നെയായിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ത് ചെയ്തത്, ഇക്വേറ്റ് ചെയ്തത്. ഇക്വേഷൻ നമ്പർ 2 എടുത്താൽ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും നിങ്ങൾക്ക് λ = 1 എന്ന് കിട്ടുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എടുത്താൽ എന്താ കിട്ടുക? ലാംഡയ്ക്ക് 1 കൊടുത്താൽ 3+1 = 2μ+2 എന്ന് കിട്ടും. അഥവാ 2μ = 2 എന്നും മ്യൂവിന്റെ വാല്യൂ 1 എന്നും കിട്ടുമല്ലോ അല്ലെ. അപ്പൊ മ്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇക്വേഷൻ നമ്പർ 3 എടുത്താലോ? ഇക്വേഷൻ നമ്പർ 3 എടുത്താൽ -1 = ആൽഫ × മ്യൂ, മ്യൂ 1 അല്ലേ, -4. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൽഫ കിട്ടി, അതുപോലെ തന്നെ ലാംഡയുടെയും മ്യൂവിന്റെയും വാല്യൂ കിട്ടി. ഈ ലാംഡയുടെ വാല്യൂ എടുത്തിട്ട് ദാ ഈ പോയിന്റിലേക്ക് കൊടുത്താൽ നമുക്ക് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടുമല്ലോ. അതല്ലെങ്കിൽ മ്യൂവിന്റെ വാല്യൂ എടുത്ത് ദാ ഇതിനകത്ത് കൊടുത്താൽ മതി. രണ്ട് പോയിന്റുകളും സെയിം തന്നെയായിട്ട് മാറും ഇന്റർസെക്ഷൻ പോയിന്റിൽ എന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പൊ ലാംഡയുടെ വാല്യൂ എടുത്ത് ആ ഒന്നാമത്തെ പോയിന്റിലേക്ക് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 3 × 1+1 അല്ലെ, അതായത് 4, അടുത്തത് -1+1 0, അടുത്തത് -1. അപ്പൊ ഇതാണ് ശരിക്കും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് L1 ആൻഡ് L2. അതിനെ അവർ B എന്നല്ലേ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ B എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. അപ്പൊ ദാ B കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ദാ ആൽഫ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു 3 എന്ന്. ഇനി നമുക്ക് പിയും കൂടെ അല്ലേ കിട്ടേണ്ടത്. എന്താ P എന്ന് പറയുന്നത്? A11-1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും L2 എന്ന ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലെ, ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ടാണ് P എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് അത് കണ്ടുപിടിച്ചാലോ. അപ്പോൾ A11-1 എന്ന് പറയുന്ന പോയിന്റ്, അപ്പൊ ഇതാണ് L2 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ എന്നിരിക്കട്ടെ. അപ്പൊ എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് ദാ ഈ പോയിന്റ്, അതിനെ അവര് P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ P അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. യെസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം.
പി എന്ന് പറയുന്ന പോയിന്റ് L2 എന്ന് പറയുന്ന ലൈനിലെ പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ L2ലെ ഏത് പോയിന്റ് എടുത്താലും ദാ ഈ രൂപത്തിലായിരിക്കും ആ പോയിന്റ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് പി യെ നമുക്ക് ഏത് രൂപത്തിൽ പറയാം? 2mu + 2 ശരിയല്ലേ. ഇനി അതേപോലെ തന്നെ 0, അതുപോലെ 3mu - 4 ശരിയല്ലേ മക്കളെ അല്ലെ. അപ്പൊ എയുടെ കോർഡിനേറ്റ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പിയുടെ കോർഡിനേറ്റ്സ് എഴുതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ പി കണ്ടുപിടിക്കാം അല്ലെ. രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എങ്ങനെയാണ് എടുക്കുന്നത്? x2 - x1, y2 - y1, z2 - z1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് എന്ത് കിട്ടും? 2mu + 2 - 1, 2mu + 1. അതുപോലെ 0 - 1. അടുത്തത് 3mu - 4 - -1, 3mu - 3 എന്ന് കിട്ടും അല്ലെ. യെസ്. പക്ഷേ ഇതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് L2 അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം, അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. L2 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ നോക്കിയാൽ ആ ഡിനോമിനേറ്ററിൽ നിന്നും L2ന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുമല്ലോ. അത് 2 ആൽഫ എന്നാണെന്ന് കാണാൻ പറ്റും. അപ്പൊ L2ന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? 2 ആൽഫ. പക്ഷെ ആൽഫ 3 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫിഗറിൽ നിന്നും വ്യക്തമാണ് എ പിയും L2ഉം പെർപെൻഡിക്കുലർ ആണല്ലോ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രോഡക്റ്റുകളുടെ സമ്മ് 0 ആയിരിക്കില്ലേ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രോഡക്റ്റിന്റെ സം എടുത്താൽ അത് 0 വരുമെന്ന് നമുക്കറിയാം. അതായത് 2 × 2mu + 1 + 0 × -1 + 3 × 3mu - 3 ഇത് ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും ശരിയല്ലേ. അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മ്യൂവിന്റെ വാല്യൂ 7/13 എന്ന് കിട്ടും. അപ്പൊ mu = 7/13 എന്ന് കിട്ടി അല്ലെ. അങ്ങനെ മ്യൂവിന്റെ വാല്യൂ 7/13 എന്ന് കൊടുത്താൽ പി എന്ന് പറയുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് 2mu + 2, 0, 3mu - 4 എന്ന. അപ്പൊ ഇപ്പൊ കിട്ടിയ മ്യൂവിന്റെ വാല്യൂ എടുത്ത് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് പി എന്ന് പറയുന്ന പോയിന്റ് 40/13, 0, -31/13 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ പിയും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? ഒന്ന് ആൽഫ വേണം അല്ലെ, അത് ഓൾറെഡി കിട്ടി, 3 എന്ന് കിട്ടി. 2 ബിയുടെ കോർഡിനേറ്റ്സ് വേണം, പിയുടെ കോർഡിനേറ്റ്സ് വേണം, രണ്ടുമായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പി ബി ഒന്ന് കണ്ടുപിടിക്കാം. പി ബി therefore PB = ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ പോരെ അല്ലെ. PB സ്ക്വയർ തന്നെ എടുത്തേക്കാം, അപ്പൊ റൂട്ട് ഒഴിവാക്കാമല്ലോ. PB സ്ക്വയർ = x2 - x1 the whole square പ്ലസ് അല്ലെ. പി എന്ന് പറയുന്ന പോയിന്റ് ഇതാ കിട്ടിയിട്ടുണ്ട്. ബി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 40 - 1 ആണ് ബി എന്ന് പറയുന്നത്. ബി 40 - 1 അല്ലെ. അപ്പോൾ 4 - 40/13 the whole square പ്ലസ് 0 - 0 the whole square അല്ലെ, പ്ലസ് -1 - -31/13 the whole square എന്ന് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 36/13 എന്നാണ് കിട്ടുന്നത്. 36/13. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 26 × ആൽഫ × PB സ്ക്വയർ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് 26 × ആൽഫ 3 ആണല്ലോ ഇൻറ്റു PB സ്ക്വയർ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. PB സ്ക്വയർ എത്രയാ? 36/13 ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ 216 എന്നാണ് നമുക്ക് ആൻസർ വരിക. സോ ഫൈനൽ ആൻസർ 216.